ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് നമ്മളൊരു മിനി ട്രെയിനിൽ യാത്ര ചെയ്യാൻ പോവാണ്. ഇതെവിടെയാണ് സ്ഥലം എന്നല്ലേ, ഇത് റൈസ്ലിപ്പിലിടോ എന്ന് പറയും കേട്ടോ. ഇവിടുത്തുകാർ ഇതിനെ ബീച്ച് എന്നൊക്കെ പറഞ്ഞാലും സംഭവം ഒരു റിസർവോയറും അതിന് ചുറ്റും ഉള്ള ഏക്കർ കണക്കിന് സ്ഥലമാണ് കേട്ടോ. സമ്മറായി കഴിഞ്ഞാൽ ഇവിടെ പിന്നെ കുട്ടികളും ഫാമിലികളും ഒക്കെ ആയിട്ട് ഭയങ്കര ഒരു ബഹളമാണ്. എല്ലാവരും വന്നൊന്ന് ചില്ല് ചെയ്യാനും ഒന്ന് വൈബ് ചെയ്യാനും അല്ലെങ്കിൽ ഒന്ന് റിലാക്സ് ചെയ്യാനും ഒക്കെ തിരഞ്ഞെടുക്കുന്നൊരു സ്ഥലമാണ്. ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷനാണ് ഈ മിനി ട്രെയിൻ എന്ന് പറയുന്നത്. കുട്ടികളാണ് മെയിനായിട്ട് ഇതിൽ എന്താ പറയുക യാത്ര ചെയ്യുന്നതെങ്കിലും നമ്മൾ അഡൽട്ട്സ് ആയിട്ടുള്ളവരെയും അവർ സമ്മതിക്കും കേട്ടോ. സോ അപ്പോൾ കുട്ടികളാവാൻ പറ്റുന്ന അവസരങ്ങൾ നമ്മളൊരിക്കലും പഴക്കരുതല്ലോ. സോ ഞങ്ങളും രണ്ടുപേരും 2 ടിക്കറ്റ് എടുത്ത് ചാടി കയറി. ടിക്കറ്റ് ജസ്റ്റ് 10 പൗണ്ട് കേട്ടോ. ഞങ്ങൾ അത് ചുറ്റും ഫുള്ള് കറങ്ങി തിരിച്ചു വരുന്ന രീതിയിലുള്ള ടിക്കറ്റാണ് എടുത്തത്. നല്ല രസമുള്ളൊരു ട്രാവലായിരുന്നു കേട്ടോ. എന്താ പറയുക, നമ്മുടെ ഉള്ളിലെ ആ പണ്ടത്തെ കുട്ടിയൊക്കെ ഒന്ന് തലപൊക്കി നോക്കിയോ എന്നൊരു ഡൗട്ട്. പിന്നെ ഇവിടുത്തെ ആൾക്കാർ ഏത് സമയവും കിട്ടുന്ന ടൈമിലൊക്കെ അവർ എൻജോയ് ചെയ്യാനായിട്ട് ജീവിതം ആസ്വദിക്കാനുള്ളതാണ് എന്നുള്ളൊരു തിയറിയിൽ ജീവിക്കുന്നവരാണ്. സോ അവർ ഫാമിലി ആയിട്ടും കുട്ടികളായിട്ടും അതുപോലെ തന്നെ അവരുടെ പെറ്റ്സായിട്ടൊക്കെ ഇങ്ങനെ മെയിനായിട്ട് സമ്മറിലാണ്. കാരണം അല്ലാത്ത സമയങ്ങളിൽ ഒരു 6 മാസത്തോളം വിൻ്ററും അതിൻ്റെ മൂകമായിട്ടുള്ള അവസ്ഥയാണല്ലോ. പക്ഷേ ഈ സമ്മറിലെന്ന് പറഞ്ഞാൽ ഉദിച്ചു നിൽക്കുന്ന സൂര്യനെ പോലെ ഇവിടെയുള്ള എല്ലാവരുടെയും മുഖത്തും ഒരു സന്തോഷം ഉണ്ടാവും കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സീസണാണ് ഈ സമ്മർ എന്ന് പറഞ്ഞു. സോ ഞങ്ങളിങ്ങനെ ഈ ഒരു ട്രെയിനിലിങ്ങനെയുള്ള യാത്ര ഭയങ്കര രസമായിട്ട് എൻജോയ് ചെയ്തു. ശരിക്കും ഒരു എന്താ പറയുക, റെയിൽവേ സിസ്റ്റം ആണ് കേട്ടോ. ഒരു മിനിയേച്ചർ റെയിൽവേ സിസ്റ്റമാണ് അവരവിടെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന. ഓരോ സ്റ്റേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, സ്റ്റേഷൻ മാസ്റ്റർമാർ, അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു സംഭവം. കുട്ടികളൊക്കെ ഭയങ്കര എൻജോയ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ പോണ വഴിക്ക് ഓപ്പോസിറ്റ് വേറൊരു ട്രെയിനും കൂടി വരുന്നുണ്ടായിരുന്നു. സോ അവരൊക്കെ ഇങ്ങനെ ടാറ്റയൊക്കെ തരുന്നുണ്ടായിരുന്നു. പിന്നെ ഈ പോണ വഴിയുടെ ചുറ്റും നമുക്ക് നടക്കാനുള്ളവർക്കുള്ള ഒരു റോഡും ഉണ്ട്. അതിലൂടെ നടന്നു പോകുന്ന ആൾക്കാരും കുട്ടികളും നമുക്ക് ടാറ്റ തരുന്നുണ്ടായിരുന്നു കേട്ടോ. പണ്ടൊക്കെ നമ്മൾ ട്രെയിന് പോകുമ്പോൾ കുട്ടികളിങ്ങനെ ടാറ്റ തരില്ലേ. സോ അതൊക്കെ എനിക്കിങ്ങനെ ഓർമ്മ വന്നു. എന്തായാലും നല്ലൊരു രസമുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. ക്ലൈമറ്റ് ഒന്ന് നല്ലതായിരുന്നു കേട്ടോ. സമ്മറാണെന്ന് പറഞ്ഞാലും ചില ദിവസങ്ങളിലെ ഈ ക്ലൈമറ്റ് സൂര്യൻ നമുക്ക് കാണാൻ പറ്റാത്തൊരവസ്ഥ വരാറുണ്ട്. ഇന്നലെയൊക്കെ അങ്ങനെ ഒരു മൂടിയായിരുന്നു, പക്ഷേ ഇന്ന് നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. പിന്നെ സൈഡിലൂടെയൊക്കെ അവരിങ്ങനെ എന്താ പറയുക, ചെറിയ ചെടികളും പൂക്കളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് ഞങ്ങളുടെ യാത്ര അവസാനിച്ചു.